Good morning, sir. Okay, good morning. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ രണ്ട് ഇൻസ്ട്രുമെന്റിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാനുള്ളത്. സോ എന്തൊക്കെയാണ് ആ രണ്ട് ഇൻസ്ട്രുമെന്റ് എന്നുള്ളത് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും ഒന്നുകൂടെ നോക്കാം. അതിന്റെ മുമ്പിട്ട് നമുക്ക് ചെറിയ വീഡിയോ ഒക്കെ കണ്ടിട്ട് നോക്കാം. കാരണം നമ്മൾ ഈ അനാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഗ്രാഫ് പോലത്തെ ഷേപ്പ് കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റിന്റെ ആവശ്യമുണ്ട്. എന്നാലേ നമുക്ക് ആ ഗ്രാഫ് ഷേപ്പിലുള്ള സാധനങ്ങളൊക്കെ കിട്ടുള്ളൂ അല്ലെ, പീക്കും വാല്യൂസും ഒക്കെ കിട്ടണമെങ്കിൽ. അപ്പൊ അത് കൺസ്ട്രക്ട് ചെയ്യുന്ന രണ്ട് ഇൻസ്ട്രുമെന്റ്സ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒന്നിന്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നു, ടോംലിൻസൺ സർഫസ് മീറ്റർ എന്ന് പറയും. ഇത് പ്യൂർലി മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് വെച്ചിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷൻ ഒക്കെ നടത്തി ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ടോംലിൻസൺ സർഫസ് മീറ്ററിന്റെ അകത്ത് വരുന്നത്. നമ്മൾ ഏതൊരു മീറ്റർ പഠിക്കുന്ന സമയത്തും നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത് എന്തൊക്കെയാണ്, നമ്മൾ ഏതൊരു ഇൻസ്ട്രുമെന്റിനെ പറ്റി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇത് ബേസിക്കലി ഉണ്ടാവുക. നെക്സ്റ്റ് വേണ്ടത് ഇതിന്റെ വർക്കിംഗ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാവും. സോ വർക്കിംഗ്, അതിന്റെ പ്രിൻസിപ്പിള്, കൺസ്ട്രക്ഷനും വർക്കിംഗ് പ്രിൻസിപ്പിള്, പിന്നെ നമ്മൾ അതിന്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ എഴുതി കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് വേണ്ടത് ഇതിന്റെ അഡ്വാൻറ്റേജസ് ഓർ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് ലാസ്റ്റ് അപ്ലിക്കേഷൻ. സോ ടോംലിൻസൺ സർഫസ് മീറ്ററിന്റെ ഒക്കെ നമുക്കിപ്പോ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ നമുക്ക് ഡയറക്റ്റ് എഴുതാം. കാരണം അതിന്റെ സർഫസിന്റെ ഫിനിഷ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണെന്നും അങ്ങനെയൊക്കെ എഴുതാം. അപ്ലിക്കേഷൻ വരുന്നത് നമ്മൾ പ്രിസിഷൻ ആയിട്ടുള്ള സർഫസ് ഒക്കെ ഉണ്ടാക്കുന്ന ഏരിയാസിലാണ് ഇതിന്റെ അപ്ലിക്കേഷൻ ഒക്കെ വരുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം കൺസ്ട്രക്ഷനും ഇതിന്റെ വർക്കിങ്ങും ആണ്. ഓക്കെ, അപ്പൊ കൺസ്ട്രക്ഷനും വർക്കിങ്ങും ഒക്കെ, പിന്നെ അതിന്റെ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞു, ഒരു സ്കിഡും ആൻഡ് സ്റ്റൈലസ് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഇതിന് മെയിൻ ആയിട്ട് ഉള്ളത്. അതാണ് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വന്നിട്ട് ബാക്കിയുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഫിഗറിൽ കാണിക്കുന്ന ഇമേജ് നമ്മൾ വിചാരിക്കുന്നത് കറക്റ്റ് പ്ലെയിൻ സർഫസ് ആണ് ഇതിൻ്റെ അകത്തുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാൻ ചെറിയൊരു പൊന്തലും താഴ്ചയൊക്കെ ഉണ്ട് ആക്ച്വലി. അപ്പൊ അതിനെയാണ് നമ്മൾ സർഫസ് റഫ്നെസ് എന്നൊക്കെ പറയുന്നത്. So what all are the instruments that we use in നോക്കാം. സോ ഇന്നലെ പറഞ്ഞു നിർത്തിയെടുക്കുന്നതിന് നമുക്ക് തുടങ്ങാം. ഒരു സ്റ്റൈലസ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സെറ്റപ്പിൽ വരുന്നത്. ഈ സ്റ്റൈലസ് നമ്മളുടെ പാത്ത് ട്രേസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ എന്താ ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്ത് നമ്മൾ അപ്പുറം റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സ്കിഡും ഒരു സ്റ്റൈലസും വെച്ചിട്ടാണ്. സ്കിഡ് എന്ന് വെച്ചാൽ ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ സ്റ്റൈലസ് ഫുൾ ടൈം ഇതുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഈ പാത്ത് ഇങ്ങനെ ഫോം ചെയ്ത് വരും. ഇതായിരുന്നു നമ്മൾ ഇന്നലെ ലാസ്റ്റ് ആയിട്ട് കണ്ടുവച്ചത്. സ്റ്റൈലസ് തെറിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിഡ് ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ട് വെക്കുന്നത്. ആൻഡ് ടോംലിൻസൺ സർഫസ് മീറ്ററിന്റെ കേസിൽ ഇതാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താ മെയിൻ ആയിട്ടുള്ള ഒരു പെന്ന് പോലത്തെ ഒരു സാധനം നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. ആ വെർട്ടിക്കൽ കമ്പോണന്റ് അറ്റം എന്ന് വെച്ചാൽ ഡയമണ്ട് ടിപ്പ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വൈ ഇറ്റ് ഈസ് ഡയമണ്ട് ടിപ്പ്ഡ് എന്നും പറഞ്ഞു. കാരണം ഇത് നിരന്തരമായിട്ട് ഓരോ സർഫസ് കൂടെ എപ്പോഴും റബ്ബ് ചെയ്ത് പോകേണ്ടതായതുകൊണ്ട് തന്നെ അതിനെന്തുണ്ടാവും, വെയർ ആൻഡ് ടയർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ടിപ്പ് എപ്പോഴും ഡയമണ്ട് ടിപ്പ്ഡ് ആക്കി വെക്കുന്നത്. പിന്നെ ഓൾസോ നമുക്ക് ഡയമണ്ട് ടിപ്പ് ആകുന്ന സമയത്ത് എത്ര വേണമെങ്കിലും ഷാർപ്നെസ് ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. കാരണം എത്ര ഷാർപ്പാണെങ്കിലും അത് പൊട്ടിപ്പോവില്ല. ഡയമണ്ടിന്റെ പ്രത്യേകത അതാണ്, ഹാർഡസ്റ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡയമണ്ട് പോയിന്റ് അവിടെ വെക്കുന്നത്. അപ്പൊ ഇതാണ് സ്റ്റൈലസ്, ഡയമണ്ട് പോയിന്റ് ആണ് ഇതിന്റെ ഇത്. പിന്നെ നമ്മൾ നേരത്തെ സ്കിഡ് എന്ന് പറഞ്ഞ സാധനത്തിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് രണ്ട് സ്പ്രിങ്ങുകൾ. ഈ സ്റ്റൈലസിനെ ഈ ഒരു പൊസിഷനിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഒരു കോയിൽ സ്പ്രിങ്, ഒരു ലീ സ്പ്രിങ്. പിന്നെ ഒരു റോളർ ഉണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അതിന്റെ മൊത്തത്തിലുള്ള ബോഡി.
ഒരു ആം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. സോ ഇതിപ്പോ നിങ്ങൾക്ക് ഈ ഒരു ഫിഗർ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ തൽക്കാലം നമുക്ക് അതിട്ട് ഇതിൻ്റെ അകത്ത് നടത്തിട്ട് പോകാം. ഓക്കെ, ഈ ഒരു കേസ് നിങ്ങളൊന്ന് ജസ്റ്റ് കൺസിഡർ ചെയ്യുക. ഈ സ്റ്റൈലസിന്റെ അപ്വേർഡ് അല്ലെങ്കിൽ ഡൗൺവേർഡ് മൂവ്മെന്റ് ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണുള്ളത്? ഇവിടെ നിങ്ങൾക്ക് ഒരു സിലിണ്ടർ കാണാം, ഒരു റോളർ കാണാം അല്ലെ? ഈ റോളറുമായിട്ട് ഫ്രിക്ഷണൽ കോണ്ടാക്ട് അവിടെ വെക്കുന്നുണ്ട്. സോ സ്റ്റൈലസ് വെനെവർ ദ സ്റ്റൈലസ് മൂവ് അപ്വേർഡ്, ഈ റോളർ എന്ത് ചെയ്യും? ഈ ആം അടക്കമുള്ള സാധനത്തിനെ കുറച്ച് താഴത്തേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഇതിന്റെ വർക്കിംഗ്. ഓക്കെ, ഇവിടെ ആയിരിക്കും അതിന്റെ ടിപ്പ് ഉണ്ടാകും. അതേപോലെ തന്നെ വെനെവർ ദ സ്റ്റൈലസ് മൂവ് ഡൗൺവേർഡ്സ്, സ്റ്റൈലസ് താഴത്തേക്കാണ് വരുന്നതെന്ന് വിചാരിക്കാം. താഴത്തേക്ക് വരുന്ന സമയത്ത് ഈ റോളറും പ്ലസ് ഈ ഒരു ആമും കൂടി അങ്ങോട്ടേക്കായിരിക്കും റൊട്ടേറ്റ് ചെയ്യാം. അപ്വേർഡ് ഡയറക്ഷനിലേക്ക് അത് റൊട്ടേറ്റ് ആവും. എന്നിട്ട് ഇവിടെ നമുക്കത് പോയിന്റ് ചെയ്ത് കിട്ടും. പിന്നെ ഓൾസോ വി ആർ പ്രൊവൈഡിങ് ദിസ് ആം ആസ് എ ലെങ്തി പീസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ചെറിയൊരു വേരിയേഷൻ വരെ, ഇവിടെ ഒരു 1 mm വേരിയേഷൻ ആണ് അപ്പ് ഡൗൺ മൂവ്മെന്റ് ഉണ്ടായതെങ്കിൽ നമ്മൾ ഇത്രയും ലെങ്ത് ഉള്ള പീസ് വെച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന വേരിയേഷൻ എങ്ങനെയായിരിക്കും? അപ്പ് ഡൗൺ മൂവ്മെന്റിൽ ചിലപ്പോൾ ഒരു 10 mm ഉണ്ടാവും എന്ന് കൺസിഡർ ചെയ്യും. ഓക്കെ, മേ ബി ഇവിടെ നമുക്കൊരു 10 mm വേരിയേഷൻ ഇവിടെ കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ ചെറിയൊരു വേരിയേഷൻ വരെ. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് താഴത്തെ പോർഷനിൽ ഇതിന്റെ സ്റ്റൈലസിലേക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ സർഫസ് എന്ന് വിചാരിക്കാം. ഒരു സ്മോൾ മൈന്യൂട്ട് ചേഞ്ചസ് ആണ് അവിടെ കാണിക്കുന്നത്. ആ സ്മോൾ ചേഞ്ചസ് നമുക്ക് ഇവിടെ വരുമ്പോഴേക്ക് എന്താവും? നമുക്കിങ്ങനെ ഒരു എൻലാർജ്ഡ് അല്ലെ മാഗ്നിഫൈഡ് ഫിഗർ ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ സ്റ്റൈലസ് എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നത്? അത് നമ്മൾ ഈ സ്റ്റൈലസിന്റെ ഫുൾ ബോഡീനെയാണ് നമ്മൾ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ മൂവ് ആക്കുന്നത്. ഇതാണ് ഇതിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിന്റെ വർക്കിംഗ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള കമ്പോണന്റ് ഓർത്ത് വെക്കുക. ഇറ്റ് ഹാസ് ഗോട്ട് എ സ്റ്റൈലസ്. സ്റ്റൈലസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡയമണ്ട് ടിപ്ഡ് സ്റ്റൈലസ് ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ റോളർ. ഓൾസോ 2 coil spring, ഒരു coil spring and a leaf spring. This act as skid. അതിനെ സ്റ്റൈലസിനെ പറഞ്ഞ സ്ഥലത്ത് തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് ആ സ്കിഡ് എന്ന് പറയുന്നത്. ഓൾസോ ദർ ഈസ് എ ലോങ് ആം പോയിന്റ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ഡയമണ്ട് സ്ക്രൈബർ. ഓക്കെ, സോ ഡയമണ്ട് സ്ക്രൈബറും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെയർബൈ നമുക്ക് ഇവിടുത്തെ സ്മോൾ അപ്പ് ആൻഡ് ഡൗൺ വേരിയേഷൻസ് when we are considered in the smoked glass, we will be getting a magnified up and down graph. അപ്പൊ സ്മോക്ഡ് ഗ്ലാസ് വെക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഡയമണ്ട് സ്ക്രൈബർ ഇതിൻ്റെ അകത്തുനിന്ന് ഉരഞ്ഞു പോകുമ്പോൾ അത്രയും ഭാഗത്തുള്ള സ്മോക്ക് അവിടെ നിന്ന് റിമൂവ് ആവും. റിമൂവ് ആവുന്ന സമയത്ത് നമുക്ക് അവിടെ വൈറ്റ് കളർ ഫോം ചെയ്ത് കിട്ടും. ഓക്കെ, നമ്മൾ ഏത് പാറ്റേൺ ആണോ ഈ സർഫസിനുള്ളത് ആ പാറ്റേൺ നമുക്ക് ഇവിടെ കിട്ടും. So it is a mechanical surface meter. Purely mechanical based ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സർഫസ് മീറ്റർ ആണ് ഇത്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ വരുന്നത്. നമുക്കിനി ബാക്കിയുള്ള എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് നിന്ന് റീഡിങ് കിട്ടുന്നത് എന്നുള്ള ആനിമേഷൻ തന്നെ കണ്ടിട്ട് ബാക്കിയുള്ളത് എങ്ങനെ വരക്കാന്നൊക്കെയുള്ളത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഇമേജ് കാണിക്കും. കണ്ടു കഴിഞ്ഞാൽ ആരും പേടിക്കൊന്നും വേണ്ട. ഇതെന്ന് വെച്ചാൽ ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. സോ സ്റ്റൈലസിന്റെ ടോപ്പ് വ്യൂ ഞാൻ പറഞ്ഞു റൗണ്ട് ഷേപ്പ് ആയിരിക്കും. നമ്മൾ ടോപ്പ് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ റൗണ്ട് ആണ് ഈ കാണുന്ന റൗണ്ട്. സോ ദിസ് ഈസ് സ്റ്റൈലസ് ആൻഡ് ദിസ് ബ്രൗൺ കളർ ഷെയ്ഡ് ഈസ് ഫോർ ഈ ഒരു റോളർ. ആ റോളർ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ റൗണ്ട് ആയിട്ട് ഫ്രണ്ട് വ്യൂല് നമുക്ക് റൗണ്ട് ആയിട്ട് തോന്നും, പക്ഷെ ടോപ്പ് വ്യൂല് നമുക്കൊരു സിലിണ്ടർ ആയിട്ടാണ് തോന്നുന്നത്. സോറി, റെക്ടാങ്കുലർ ഷേപ്പിൽ. പിന്നെ ഇവിടെയും നമുക്കുള്ളത് എന്താണ്? ഒരു സിലിണ്ടർ ആണ്, സപ്പോർട്ടിങ് സിലിണ്ടർ. അതാണ് നമ്മൾ ഇവിടെ റൗണ്ടിൽ കാണിച്ചിട്ടുള്ളത്.
അഗെയിൻ നമുക്ക് ആം ആണുള്ളത്. ആം ആസ് യൂഷ്വൽ അതാണ് ഇവിടെ ബ്ലൂ കളറിൽ നിങ്ങൾക്ക് താഴത്ത് കാണിക്കുന്നത്, ആം ആണത്. ആൻഡ് ഈ ലാസ്റ്റ് ടൈപ്പിൽ ഇവിടെ ഡയമണ്ട് ടിപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാ കാര്യങ്ങളും ടോപ്പ് വ്യൂവിൽ കാണിച്ചു എന്ന് മാത്രം. നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാന്ന് നോക്കാം. ഈ ആം മൂവ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്തുള്ള വർക്കിംഗ് വരുന്നത്. ആം മുകളിലോട്ടേക്ക് പോവാ താഴത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം നമ്മളുടെ സ്റ്റൈലസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് നടത്തുന്നുണ്ട് എന്നാണ്. സോ ബിക്കോസ് ഓഫ് ദിസ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വി വിൽ ബി ഏബിൾ ടു ട്രേസ് ദ അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ഓഫ് ദ സ്റ്റൈലസ്. സോ ഇത് മെഷർ ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം മെഷർമെന്റ് സർഫസ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, അതൊരു അപ്പ് ആൻഡ് ഡൗൺ സർഫസ് ആണുള്ളത്. മാഗ്നിഫിക്കേഷൻ കിട്ടുന്നതിന്റെ റേറ്റ് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 50 to 100 ടൈംസ് മാഗ്നിഫിക്കേഷനിലാണ് നമുക്ക് കിട്ടുക. അത്രയുള്ളൂ അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അതിന്റെ വർക്കിംഗ് ഒന്നുകൂടെ കണ്ടോ. ആ സ്മോക്ക്ഡ് ഗ്ലാസ് ഷീറ്റിൽ നമുക്ക് ട്രേസ് ചെയ്ത് കിട്ടും. പിന്നെ മാഗ്നിഫിക്കേഷൻ ഓഫ് 50 to 100 എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ 1 mm ആണെങ്കിൽ നമുക്ക് സ്മോക്ക്ഡ് ഗ്ലാസ്സിൽ കിട്ടുക 50 mm ആയിട്ടായിരിക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 സെന്റിമീറ്റർ അല്ലേ. സോ 1 mm ഉള്ള സാധനം നമുക്ക് 5 സെന്റിമീറ്റർ ആയിട്ടൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. സോ നമുക്ക് ഇനി നമ്മളുടെ ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്കൊക്കെ പോവാം. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്നൊക്കെ പറഞ്ഞു. എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്നും ഇതിന്റെ വർക്കിങ്ങും ഒക്കെ മനസ്സിലാക്കിയാണ്. സോ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് എ സ്റ്റൈലസ് പ്രൊവൈഡഡ്. മെയിൻ കാര്യമാണിത്, സ്റ്റൈലസ്. അപ്പം വരക്കുന്ന സമയത്തും ഫസ്റ്റ് സ്റ്റൈലസ് തന്നെ തുടങ്ങാം. സ്റ്റൈലസിന്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട് ടിപ്ഡ് ആണ്. ഓക്കെ, സോ സ്റ്റൈലസ് നമ്മൾ വരച്ചു തീർത്തു. ഇനി സ്റ്റൈലസിനെ നമ്മൾ ഇവിടെ റിജിഡ് ആയിട്ട് ടേൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വി ആർ പ്രൊവൈഡിങ് ടോപ്പ് പോയിന്റിൽ ഒരു കോയിൽ സ്പ്രിങ്, ബോട്ടം പോയിന്റിൽ ഒരു ലീ സ്പ്രിങ്. ഓക്കെ, ടോപ്പില് വി ആർ ഹാവിങ് എ കോയിൽ സ്പ്രിങ് ആൻഡ് ഇത് മൊത്തം കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മളൊരു ആമിലാണ്. പിന്നെ വി ആർ ഹാവിങ് എ റോളർ വിത്ത് ആൻ ആം ആൻഡ് ആമിന്റെ ടിപ്പില് വി ആർ പ്രൊവൈഡിങ് എ ഡയമണ്ട് ടിപ്പ്. പിന്നെ ഈ ആമിനെ ഇവിടെ സ്റ്റേൺ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു റോളർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആൻഡ് എൻറ്റയർ സിസ്റ്റം ഈസ് കൺസിസ്റ്റിംഗ് ഇൻ എ റിജിഡ് ബോഡി. ഇതിനെ നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഉള്ളത്. ഓക്കെ, സോ ഓൺലി മൂവ്മെന്റ് വിൽ ബി ടു ദ സ്റ്റൈലസ്, സ്റ്റൈലസിന് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്, ആൻഡ് ഓൾസോ ടു ദ റോളർ. റോളർ എന്താ ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ് ഉണ്ടാവും. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് മൂവ്മെന്റ്. ഈ സ്മോക്ക്ഡ് ഗ്ലാസിന്റെ അടുത്ത് വെച്ചിട്ടുള്ള ഡയമണ്ട് ടിപ്പ് വിൽ ബി ഹാവിങ് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്. ആൻഡ് വെൻ എവർ ദ സ്റ്റൈലസ് മൂവ് ലെഫ്റ്റ് ഓർ റൈറ്റ്, നമുക്ക് ഈ ഒരു മൂവ്മെന്റ് ഇവിടുന്ന് ഇങ്ങനെ ട്രേസ് ചെയ്ത് എടുക്കാൻ പറ്റും. സോ ഇൻ എഫക്ട് ലാസ്റ്റ് വി ആർ പ്രൊവൈഡിങ്
a smoked glass. So this is our stylus. The tip is made up of diamond. So diamond tip. This is coil spring. And the bottom portion is consisting of leaf spring. This is the entire body. And the outer shape is called as frame. This green color lengthy part is known as arm, and the tip is called as diamond tip or diamond scriber and smoked glass. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഓക്കെ, നമ്മൾ ഈ ഒരു സിലിണ്ടറിന്റെ പേരാണ് ഇവിടെ നമ്മൾ സിലിണ്ടർ വെച്ചിട്ടുണ്ട്, അതിന്റെ പേരാണ് നമ്മൾ ലാപ്ഡ് സ്റ്റീൽ സിലിണ്ടർ എന്ന് പറയും. സോ അത് ഓർത്ത് വെക്കുക, ലാപ്ഡ് സ്റ്റീൽ cylinder. Okay, and rest other cylinders are known as fixed cylinders. അതിന്റെ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഫിക്സഡ് സിലിണ്ടർ എന്നാണ് അതിന്റെ പേര്. സോ ഇത്രയാണ് തോംലിൻസൺ സർഫസ് മീറ്ററിൽ വരുന്നത്. ഇതിന്റെ ടോപ്പ് വ്യൂ വരച്ചിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ടോപ്പ് വ്യൂ വരക്കണം ഒരാവശ്യമില്ല. മൂവ്മെന്റ് ഒന്ന് കാണിച്ചു കൊടുക്കുക. stylus is having up and down movement. Okay, roller will be having clockwise and anti-clockwise movement, and the arm also will be having up and down movement. The entire system can be moved from left to right. അങ്ങനെയാണ് നമ്മൾ ഫുൾ ആയിട്ടുള്ള പാത്ത് ട്രേസ് ചെയ്തെടുക്കുന്നത്. എൻറ്റയർ സിസ്റ്റം നമ്മൾ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്മോക്ക്ഡ് ഗ്ലാസ്സിൽ കറസ്പോണ്ടിങ് പാറ്റേൺ വിൽ ബി ഷോൺ ഇൻ ദ റേഷ്യോ 50:100. അതായത് 1 mm ആണ് സ്റ്റൈലസിന്റെ മൂവ്മെന്റ് എങ്കിൽ 50 അല്ലെങ്കിൽ 100 ടൈംസ് മാഗ്നിഫിക്കേഷൻ വി ആർ ഒബ്റ്റൈനിങ്. 50 ടൈംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റു 50 mm, അഥവാ 1 മില്ലിമീറ്റർ. നമ്മളെ സ്കെയിലിലെ ഏറ്റവും ലോവസ്റ്റ് ഡിവിഷൻ അത് കാണിക്കുന്നത് സ്കെയിലിൽ 5 സെന്റിമീറ്റർ ആയിട്ടാണ്. സോ അത്രയും മാഗ്നിഫിക്കേഷൻ വി ക്യാൻ ഒബ്റ്റൈൻ. ബട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് എന്തിൻ്റെ അകത്താണ്? ആക്ച്വലി മില്ലിമീറ്ററോ സെന്റിമീറ്ററിലോ അല്ല. ഓൾ സർഫസ് റഫ്നെസ് ആർ മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മൈക്രോൺസ്. ഓക്കെ, കാരണം അത്രയും ചെറുതായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ മൈക്രോൺസിലാണ് ഇതിനെ പറ്റിയിട്ട് പറയാറ്. സോ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും 1 മില്ലിമീറ്ററിനെക്കാട്ടിയും ചെറുതാണ് അല്ലെ. സോ എത്രത്തോളം നമ്മൾ ഈ മെക്കാനിക്കൽ ഡിവൈസ് ഇവിടെ പോസിബിൾ ആയിരിക്കും, കാരണം മാഗ്നിഫിക്കേഷൻ നമുക്ക് കിട്ടുന്നത് 50:100 ആണ്. ഇനിയിപ്പോ ഇൻ കേസ് 100 ആണെന്ന് വിചാരിക്കും, 1 മില്ലിമീറ്ററിന് വി ആർ ഗെറ്റിംഗ് 100 മില്ലിമീറ്റർ, അഥവാ 1 മില്ലിമീറ്റർ വി ആർ ഗെറ്റിംഗ് 10 സെന്റിമീറ്റർ. സോ ജസ്റ്റ് ഒന്ന് സ്കെയിൽ എടുത്ത് നോക്കുക. 1 മില്ലിമീറ്റർ മേ ബി ഒരു ഇത്രേ ഉള്ളൂ എന്നായിരിക്കും. ഇതിനെ നമ്മൾ മാഗ്നിഫൈ ചെയ്ത് കാണുമ്പോഴത്തേക്ക് നമുക്ക് 10 സെന്റിമീറ്റർ ആയിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു ലെങ്ത് ആയിരിക്കും 10 സെന്റിമീറ്റർ അല്ലെ. ഇത്രയും മാഗ്നിഫിക്കേഷൻ നടത്തണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് അത്രയും ബിഗ് ആയിട്ട്, അല്ല അതിന്റെ ആം എന്ന് പറയുന്ന സാധനം അത്രയും ബിഗ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓൾസോ ദർ ആർ സം ലിമിറ്റേഷൻസ്. ഇതൊക്കെയാണ് ഇതിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഇസ് എ പ്യൂർലി മെക്കാനിക്കൽ ഡിവൈസ്, ദർ ആർ പോസിബിലിറ്റി ഓഫ് സം വേരിയേഷൻസ് ആൻഡ് മാഗ്നിഫിക്കേഷൻ അപ് ടു 100 ടൈംസ് വിൽ നോട്ട് ബി പോസിബിൾ. ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വേറൊരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റും കൂടി കണ്ടുപിടിച്ചത്. ആൻഡ് ദാറ്റ് ഇൻസ്ട്രുമെന്റ് ഈസ് നോൺ ആസ് ടാലി സർഫ്. ഓക്കെ, അതിന്റെ ടാലി സർഫ് എന്ന് വെച്ചാൽ എന്നുള്ള പറഞ്ഞു, നമ്മളുടെ ഈ കടൽ തീരത്തൊക്കെ നമ്മൾ കടലിന്റെ ഉള്ളിലൊക്കെ തെരുമാലൊക്കെ അനുസരിച്ച് നമ്മൾ പോകുന്ന ആ പ്രോസസ്സിനാണല്ലോ സർഫിംഗ് എന്ന് പറയുന്നത്. സോ ടാലി സർഫ് മീറ്റർ എന്ന് പറയും, സർഫസ് മീറ്റർ, ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ടെയ്ലർ ഹോബ്സൺ ടാലി സർഫ് എന്ന് പറയും. So either you can use tally surf directly or you can
ഇലാബറേറ്റ് ഇറ്റ് ആൻഡ് കോൾ ഇറ്റ് ആസ് ടാലി ഹോബ്സൺ ടാലി സർഫ്. ഇതാണ് ഈ സർഫസ് മീറ്ററിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് നമ്മൾ പറഞ്ഞു ഓരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കുമ്പോൾ ആദ്യം ഇതിന്റെ കൺസ്ട്രക്ഷൻ ആവശ്യമുണ്ട്, വർക്കിംഗ് ആവശ്യമുണ്ട്. ഇത് രണ്ടും പറയണമെങ്കിൽ എനിക്ക് ഇതിന്റെ പ്രിൻസിപ്പിൾ അറിയണം. ഓക്കെ, പിന്നെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ് ആൻഡ് സോ ഓൺ. സോ നമ്മൾ വെനെവർ വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ്. ഇലക്ട്രിക്കൽ മെക്കാനിക്കലായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഒരു പോർഷൻ മെക്കാനിക്കൽ ആണ്. കാരണം മിക്കവാറും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നമുക്കറിയാം അതിന്റെ ഏറ്റവും ഫസ്റ്റ് റീഡിങ് എടുക്കുന്ന ഭാഗം എന്ന് വെച്ചാൽ മിക്കവാറും ഒക്കെ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിരിക്കും. ആൻഡ് അതിന്റെ മാഗ്നിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതായിരിക്കും നമ്മളെ ഇലക്ട്രിക്കൽ പ്രോസസ്സ് വഴി. ഓക്കെ, അപ്പം ടാലി സർഫ് മീറ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസ് ആണ്. ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വരുന്നത് ഇതിന്റെ കാരിയർ മോഡുലേറ്റിംഗ് പ്രിൻസിപ്പിൾ ആണ് ഇതിന്റെ അകത്തുള്ളത്. കാരിയർ മോഡുലേഷൻ എന്ന് പറയും, മോഡുലേഷൻ പ്രിൻസിപ്പിൾ പറയും. അതായത് നമ്മൾ വരുന്ന ഒരു സിഗ്നലിനെ മോഡുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നമ്മളിവിടെ ഇലക്ട്രിക്കൽ മോഡിഫിക്കേഷൻ ആണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാരിയർ മോഡുലേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കാനുള്ള കാരണം. ഇതിന്റെ മെയിൻ കമ്പോണൻസ് എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ കണ്ട അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമേ ഇതിലേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ നോക്കാം, എന്നിട്ട് നമുക്ക് വർക്കിംഗ് പറയാം. സോ കൺസ്ട്രക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തും ഉള്ളത് ഒരു സ്റ്റൈലസ് തന്നെയാണ്. സോ സ്റ്റൈലസിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ ഇങ്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റൈലസിന്റെ ടിപ്പ് ആസ് യൂഷ്വൽ ഇറ്റ് വിൽ ബി മെയ്ഡ് അപ്പ് ഓഫ് ഡയമണ്ട്. വി ആർ ഹാവിങ് എ സ്റ്റൈലസ്. ആൻഡ് നേരത്തെ നമ്മൾ സ്കിഡിനെ പറ്റി പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഇത്തവണ നമുക്ക് ഒരു ബോഡി ഉണ്ട്. ഇതിന് നമുക്ക് വേറെ കളർ ഉപയോഗിക്കാം. The instrument has got a body. ആ ബോഡിയും സ്റ്റൈലസും തമ്മിൽ ബന്ധമൊന്നുമില്ല. But the instrument is enclosed in a body. And this body is consisting of നമ്മളുടെ സ്കിഡ്. സ്കിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മൂവ്മെന്റ് അതിലൂടെ തന്നെ പോകാൻ വേണ്ടി ഇവിടെ നമ്മൾ സ്പ്രിംഗ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ വേറെ തന്നെ വരയ്ക്കാനുള്ള കാരണം. We are having a skid. So this is known as skid and this is called as stylus. This stylus is attached to an arm. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെയും നമ്മൾ സ്റ്റൈലസ് ഈസ് അറ്റാച്ച്ഡ് വിത്ത് ആൻ ആം. ബട്ട് നേരത്തെ കണ്ട പ്രിൻസിപ്പിൾ അല്ല ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ആമിന്റെ കൂടെ ഒരു ഡയമണ്ട് ടിപ്പൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു മെക്കാനിക്കൽ ഡിവൈസിൽ. But here we are not using a mechanical device. Instead, ഈ arm is pivoted. Pivoted എന്ന് വെച്ചാൽ ഒരു പോയിന്റ് മാത്രം പിൻ ചെയ്ത് വെക്കുക. അതിനാണ് നമ്മൾ pivoted എന്ന് പറയുന്നത്. ഒരു pivoted joint വെച്ചിട്ട് we are having an E shape stamping എന്ന് പറയും. അതായത് E ഇല്ലേ, നമ്മൾ ഈ തലയിരിച്ചിട്ട് എങ്ങനെയുണ്ടാകും? ഈ തലയിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഈ ഷേപ്പ് ഇവിടെ കാണാം. ദിസ് ഈസ് ഈ ഷേപ്പ് സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. ഈ ഷേപ്പ്ഡ് സ്റ്റാമ്പിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഹാസ് ഗോട്ട് ആൻ ഈ ഷേപ്പ്ഡ് സ്റ്റാമ്പിംഗ്. ഇറ്റ് ഈസ് പിവോട്ടഡ് അറ്റ് സ്റ്റൈലസ്. സ്റ്റൈലസുമായിട്ട് പിവോട്ട് ചെയ്ത് വെച്ചിട്ടാണ്. പിവോട്ട് എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നമ്മൾ ഹിഞ്ച് സപ്പോർട്ട് കൊടുക്കുക. സോ വെനെവർ ദി സ്റ്റൈലസ് മൂവ് അപ്വേർഡ്, ഇവിടുന്ന് അപ്വേർഡ് മൂവ് ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റൈലസിന്റെ ഇപ്പുറത്തെ പോർഷൻ എന്ത് ചെയ്യും? ഡൗൺവേർഡ് മോഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ സീസോ ഒക്കെ പോലെ. അതേപോലെ തന്നെ ഇത് ഡൗൺവേർഡ് മോഷൻ വരുന്ന സമയത്ത് ദിസ് സൈഡ് വിൽ ബി ഹാവിങ് അപ്വേർഡ് മോഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ പിവോട്ട് ചെയ്ത് വെച്ചിട്ടാണ്, ഒരു പോയിന്റ് വെച്ചിട്ട് നമ്മൾ അതിനവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇതിന്റെ നെക്സ്റ്റ് കൺസ്ട്രക്ഷനിൽ വരുന്നത്. ആൻഡ് നമ്മൾ ഇനി ഇലക്ട്രിക്കൽ പാർട്ടിലേക്ക് പോവാം.
വി ആർ ഹാവിങ് ഇലക്ട്രിക്കൽ സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞു നമ്മൾ. സോ ഇലക്ട്രിക്കൽ ആയിട്ട് വരുന്ന വെച്ചാൽ ഒരു വൈൻഡിങ് ആണ്. ഈ എൻഡിലും ഒരു വൈൻഡിങ് ഉണ്ട്, ആൻഡ് നേരെ മറിച്ച് ഇപ്പുറത്തെ എൻഡിലും ഒരു വൈൻഡിങ് ഉണ്ട്. സോ ലെറ്റ് വൈൻഡിങ്ങിന്റെ ഒരറ്റം ഞാൻ എയും ബി എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡ് ഇതേ വൈൻഡിങ്ങിന്റെ എ തന്നെയാണ് ഉണ്ടാവുക, ബട്ട് എൻഡ് വിൽ ബി അനദർ, ദാറ്റ് ഈസ് സി. അത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ബി എന്ന് പറഞ്ഞൊരു വയർ ഞാൻ എടുത്തു, ബി എന്ന് പറഞ്ഞ വയർ എടുത്ത് ചുറ്റി അങ്ങനെ എ എത്തി. ആ എനെ ഞാൻ ചുറ്റി എടുത്ത് കൊണ്ടുവന്ന് ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. ദിസ് ഹാസ് സെയിം എൻഡ്, അതാണ് അതിനർത്ഥം. ഈ എ എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഇവിടെ നിന്ന് എടുത്തു നേരെ ചുറ്റി ഇപ്പുറം കൊണ്ടുവന്നു, ആൻഡ് അഗൈൻ വൈൻഡ് ചെയ്തു. ദ എൻഡ് ഈസ് കോൾഡ് ആസ് സി. സോ ബി എന്ന് സ്റ്റാർട്ട് ചെയ്തു, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറ്റാണ്. ബി എന്ന് സ്റ്റാർട്ട് ചെയ്തു, വൈൻഡിങ് നടത്തി, എയിലെത്തി. എന്ന് നേരെ ഞാൻ ചുറ്റിയെടുത്ത് ഇപ്പുറത്തെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു, ഇന്റെ നെക്സ്റ്റ് ആമിലേക്ക് വന്നു. അവിടുന്ന് ഞാൻ അഗൈൻ വൈൻഡ് ചെയ്തു, സിയിലേക്ക് എത്തി. അതാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എ ബി എ സി എന്ന് പറയാൻ കാരണം. ഇപ്പോൾ നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി വെനെവർ വി ആർ മെഷറിങ് എ റീഡിങ്, നമുക്ക് കൺസിഡർ ചെയ്യാം ഇവിടെയാണ് നമ്മളുടെ സർഫസ് ഉള്ളത്. നമുക്ക് മെഷർ ചെയ്യാനുള്ള സർഫസ് ഇവിടെയുള്ളതെന്ന് വിചാരിക്കാം. സോ നമുക്ക് ഇനി അടുത്ത വർക്കിങ്ങിലേക്ക് പോവാം. ആൻഡ് ഇതിന്റെ വർക്കിംഗ് വരുന്നത് വെച്ചാല് ഇവിടെ നമ്മൾ കോയിൽ കൊടുത്തിരിക്കുന്നത് എന്തിനായിരിക്കും? കറണ്ട് പോവാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. ദർ ബൈ ഹിയർ എൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വിൽ ബി ദർ. ഈ ഒരു സ്പേസിന്റെ അകത്തും ഈ ഒരു സ്പേസിലും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാവും അല്ലെ. നമ്മളൊരു കോയിൽ ഒരു കമ്പിനകത്ത് ചുറ്റി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ അവിടുന്ന് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് അവിടെ നടക്കും. ആൻഡ് ഇപ്പൊ നമ്മൾ ഇതിനെ വെച്ചിട്ടുണ്ടാവുന്ന വെച്ചാൽ ബേസ് പോയിന്റിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ബേസ് ആക്കി വെച്ചിട്ടുണ്ടാവും. ഈ ഗ്യാപ്പ് ഒക്കെ നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. ഇപ്പൊ ഇവിടെ ലെറ്റസ് കൺസിഡർ ഇവിടെ ഒരു 1 മില്ലിമീറ്റർ ആണുള്ളത്, ആൻഡ് അഗൈൻ ഇപ്പുറത്തെ സൈഡും 1 മില്ലിമീറ്റർ തന്നെയാണുള്ളത്. അങ്ങനെ നമ്മൾ ഇതിനെ ഫിക്സ് ആക്കി വെച്ചിട്ടാണുള്ളത്, ഒരു സ്റ്റേഷനറി പൊസിഷനിൽ അവിടെ വെച്ചിട്ടാണുള്ളത്. Whenever the stylus move through the surface, stylus will be having up and down movement. ആ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് വരുന്ന സമയത്ത് ഇത് സംഭവിക്കും, നമ്മളുടെ ഈ ഒരു പോർഷൻ കുറച്ച് പൊന്താനോ അല്ലെ, ചിലപ്പോ ഇങ്ങനെ സ്റ്റൈലസ് വരുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ പൊന്താൻ സാധ്യതയുണ്ട്, ഓർ അതർവൈസ് ഇങ്ങനെ വരാനും സാധ്യതയുണ്ട്. സോ ദ എയർ ഗ്യാപ്പ് വിൽ ബി റെഡ്യൂസ്ഡ് ഓർ ഇൻക്രീസ്ഡ് ബിറ്റ്വീൻ ദ വൈൻഡിങ്സ്. Thereby we will be having some fluctuation. A fluctuation will be noted, and this is magnified with the use of amplifier and demodulator circuit. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംപ്ലിഫയർ സർക്യൂട്ട്, ഒരു ഡീമോഡുലേഷൻ സർക്യൂട്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇതിനെ റീജനറേറ്റ് ചെയ്ത് എടുക്കും. അങ്ങനെ മാഗ്നിഫൈഡ് മാനറിൽ നമ്മൾ ഇതിനെ റീജനറേറ്റ് ചെയ്തെടുക്കും. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് ഇതിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല. സോ ജസ്റ്റ് ഇത് പറയാം, വെനെവർ ദ എയർ ഗ്യാപ്പ് ബിറ്റ്വീൻ, ഈ ഒരു കാണുന്ന എയർ ഗ്യാപ്പ്, വെനെവർ ഇറ്റ് ചേഞ്ചസ് ദർ വിൽ ബി സം ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ്ഡ്. സോ ദിസ് ഇലക്ട്രിക്കൽ സിഗ്നൽസ് വിൽ ബി demodulated and we will be obtaining the path with the modulation is occurring. അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഇതിന് നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഒക്കെ ഉണ്ട്. ശരിക്കും ഇലക്ട്രിക്കൽ സർക്യൂട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഒന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് വെറുതെ നോക്കാം. സംഭവം നമ്മൾ ഈ വൈൻഡിങ് വെച്ച് തുടങ്ങാം. ഇലക്ട്രിക്കൽ സർക്യൂട്ട് അല്ലേ, നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊന്നും ആവശ്യമില്ലല്ലോ. സോ എ എന്ന് പറഞ്ഞ പോയിന്റ്, ബേസ് പോയിന്റ് ഞാൻ ഇവിടെ വെച്ചു. എ എന്നിട്ട് സ്കോട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു ബി എന്ന് പറഞ്ഞ പൊസിഷൻ, ആൻഡ് എ ഇറ്റ് ഹാസ് ഗോട്ട് റൈറ്റ് സൈഡിൽ ഒരു സി എന്ന് പറഞ്ഞ പൊസിഷൻ. നോക്കറാം, ലെഫ്റ്റില് എ ബി, ലെഫ്റ്റില് എ ബി, റൈറ്റില് എ സി, റൈറ്റില് എ സി. ഓക്കെ അല്ലേ? സോ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് വി വിൽ ബി ഹാവിംഗ് 2 റെസിസ്റ്റേഴ്സ്. ഓക്കെ, ലെറ്റ് us കൺസിഡർ ഇറ്റ് ആസ് ഡി. നെക്സ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യുന്നത് 2 റെസിസ്റ്റേഴ്സിനെയാണ്. ആ റെസിസ്റ്റേഴ്സിനെ ഞാൻ തൽക്കാലം ആ ഒരു പോയിന്റിന് ഞാൻ ഡി എന്ന് പറഞ്ഞിട്ട് കൺസിഡർ ചെയ്യുന്നു. ദെൻ വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ എന്റെ അകത്തുനിന്നും ഡിന്റെ അകത്തുനിന്നും ഒരു കേബിള് വയറ് വലിച്ചിട്ടുണ്ട്. എയിലും ഡിന്റെ അകത്തുനിന്നും ഉള്ള ഔട്ട്പുട്ട് സിഗ്നലിനെ നമ്മൾ എടുത്തിട്ട് നേരെ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. ഓക്കെ, എന്റെ അകത്തുനിന്നും ബിന്റെ അകത്തുനിന്നും വരുന്ന എയിൽ നിന്നും ഡിന്റെ അകത്തുനിന്നും വരുന്ന സിഗ്നലിനെ വി വിൽ ബി പ്രൊവൈഡിങ് ഇറ്റ് ടു ആൻ ആംപ്ലിഫയർ. ഈ ആംപ്ലിഫയറിന്റെ അകത്തുനിന്ന് നമ്മൾ നേരെ ഇതിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ സർക്യൂട്ടിന്റെ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ ഡീമോഡുലേഷൻ പ്രിൻസിപ്പിൾ ആണ്. സോ ദർ വിൽ ബി എ ഡീമോഡുലേറ്റർ. നമ്മൾ അതിനെ നേരെ എടുത്ത് ഡീമോഡുലേറ്ററിലേക്ക് കൊടുത്തു. സോ ആംപ്ലിഫൈഡ് ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അത് ഡീമോഡുലേഷൻ വഴി നമുക്ക് അഗൈൻ കിട്ടുന്ന സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെയാണോ ഈ സാധനം ഒബ്റ്റെയിൻ ചെയ്യേണ്ടത് ആ രീതിക്ക് നമുക്ക് ഇവിടെ കിട്ടും. ഇറ്റ് വിൽ ഗോസ് ത്രൂ എ ഫിൽട്ടർ സർക്യൂട്ട്. ആ ഫിൽട്ടർ സർക്യൂട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് കറണ്ട് പോകുന്നുണ്ട് എന്നുള്ള ഒരു സിഗ്നൽ ഇവിടെ കിട്ടും. ഒരു മീറ്റർ ഉണ്ടാവും ഇവിടെ. ആൻഡ് ഓൾസോ ദിസ് വിൽ ബി റെക്കോർഡഡ് ഇൻ എ റെക്കോർഡർ. ഇവിടെയാണ് നമുക്ക് ഇതിന്റെ പാറ്റേൺ മനസ്സിലാകുന്നത്. ഇറ്റ് വിൽ ബി റെക്കോർഡഡ് ഇൻ എ റെക്കോർഡർ. ഓക്കെ, അപ്പൊ ആ റെക്കോർഡറിന്റെ അകത്താണ് നമുക്ക് ഇതിന്റെ കറക്റ്റ് ഷേപ്പ് എന്താണെന്ന് ഇവിടെ ഫോം ചെയ്ത് കിട്ടുക. ഇതാണ് നമ്മൾ സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സർക്യൂട്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഈ സ്റ്റാർട്ടിങ് സർക്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റർ. ബിക്കോസ് ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കല്ലേ, നമ്മൾ സ്റ്റൈലസ് ഓസിലേറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ ദിസ് സർക്യൂട്ട് ഈസ് ബേസിക്കലി ഈ ഒരു സർക്യൂട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസിലേറ്റർ എന്ന് പറയുന്നത്. This circuit is basically known as oscillator. Okay, ഇവിടെയാണ് നമ്മളെ കാരിയർ സിഗ്നൽ ഉള്ളത്. ഈ ഓസിലേറ്ററിന്റെ അകത്താണ് നമുക്ക് ഈ ഒരു നമ്മളുടെ സ്റ്റൈലസ് മൂവ്മെന്റിന്റെ കാരിയർ വരുന്നത്. ഈ കാരിയറിനെ നമ്മൾ എടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു. ആംപ്ലിഫൈ ചെയ്തതിനു ശേഷം ഡീമോഡുലേറ്റ് ചെയ്യുന്നു. ആ ഡീമോഡുലേറ്റ് ചെയ്ത സാധനത്തിനെ നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് കാണിക്കുന്നു. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കാരിയർ ഡീമോഡുലേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചത്. സോറി, കാരിയർ ഡീമോഡുലേഷൻ പ്രിൻസിപ്പിൾ. അപ്പൊ ഓർത്ത് വെക്കുക, കാരിയർ ലെഫ്റ്റ് സൈഡിലുണ്ട്. അതിനെ നമ്മൾ ആംപ്ലിഫൈ ആയിട്ട് ഡീമോഡുലേറ്ററിന്റെ അകത്തേക്ക് കൊടുക്കുന്നു. അവിടെ നിന്നാണ് നമുക്ക് റെക്കോർഡറിന്റെ അകത്ത് നമുക്ക് വേണ്ട സിഗ്നൽ ഇങ്ങനെ കിട്ടുന്നത്, റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സോ ഈ ഒരു പ്രോസസ് ഉള്ളതുകൊണ്ടാണ് ഇതിനെ കാരിയർ ഡീമോഡുലേഷൻ പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മൂന്നാമത്തെ മൊഡ്യൂൾ. ഇൻ ടോട്ടൽ നമുക്ക് പഠിക്കാനുള്ള ഇൻസ്ട്രുമെന്റ് ഒക്കെ വളരെ കുറവാണ്. കുറെ ടേംസ് ആണ് പഠിക്കാനുണ്ടായത്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒരു സർഫസ് മീറ്റർ എന്തായാലും എക്സാമിന് ചോദിക്കും. നിങ്ങൾ ഏത് എക്സാം ആയാലും ഒരു സർഫസ് മീറ്റർ എന്തായാലും ചോദിക്കും. ഒന്നിക്കൽ ടോംലിൻസൺ ആയിരിക്കും, അല്ലെങ്കിൽ ടാലി സർഫ് ആയിരിക്കും. ഏതെങ്കിലും ഒന്ന് എന്തായാലും പഠിച്ചു വെക്കുക. ഒന്ന് എന്തായാലും അല്ല, രണ്ടും എന്തായാലും പഠിക്കുക. ഒന്നിക്കൽ ടാലി സർഫ് ആയിരിക്കും ചോദിക്കുക, അതർവൈസ് they will be asking ടോംലിൻസൺ സർഫസ് മീറ്റർ. ഏതെങ്കിലും ഒന്ന് എന്തായാലും ഉണ്ടാവും. 100% ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. അതുകൊണ്ട് ഇത് രണ്ടിൽ ഏതും, കാരണം ആകെ അത്ര ഇൻസ്ട്രുമെന്റ് ഇതിനകത്ത് പഠിക്കാനുള്ളൂ മൂന്നാമത്തെ മൊഡ്യൂൾ. സോ എവറി ടൈം ഇറ്റ് ഈസ് ആസ്ക്ഡ് റിപ്പീറ്റഡ്ലി. സോ ടേക്ക് കീൻ കെയർ ഇൻ ദറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മനസ്സിരുത്തി തന്നെ പഠിക്കുക. അപ്പൊ നമുക്ക് തൽക്കാലം നമ്മളെ മൂന്നാമത്തെ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ലെങ്ത്തിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാൻ സാധനം തന്നെയാണ്. നമ്മൾ സർഫസ് മെഷർ ചെയ്യാൻ വേണ്ടി, സർഫസ് റഫറൻസ് എന്ന് വെച്ചാൽ വലിയൊരു ഏരിയ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഇവിടുന്ന് തൊട്ട് ഇവിടം വരെയുള്ള ഏരിയ ആണ് നമ്മൾ മൊത്തം എക്സാമിനിങ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതെങ്കിൽ അതിന്റെ പേരാണ് ഇവാലുവേഷൻ ലെങ്ത്. ആൻഡ് ഓൾസോ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഇവാലുവേഷൻ ലെങ്ത് എന്ന് പറഞ്ഞാൽ വലിയ ലെങ്ത് ആയിരിക്കും. ചിലപ്പോൾ ഒരു 100 മീറ്റർ ഒക്കെ ഉണ്ടാവും ആണെന്ന് വിചാരിക്കും. 100 മീറ്റർ ഒന്നും ഉള്ള സർഫസ് ഇല്ല അല്ലെ. നമുക്ക് തൽക്കാലം ഒരു 1 മീറ്റർ നീളം ഉണ്ടെന്ന് വിചാരിക്കാം. മൊത്തം 1 മീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഡെസ്കിന്റെ ഒക്കെ ഒരു നീളം.
അപ്പൊ 1 മീറ്റർ നീളമുള്ള സർഫസിനെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് ഫുൾ ഒറ്റയടിക്ക് നോക്കില്ല, നമ്മൾ ചെറിയ ചെറിയ ലെങ്ത് വെച്ചിട്ട് നോക്കി നോക്കി പോവുക ചെയ്യാം. ആ ചെറിയ കൺസിഡർ ചെയ്ത ലെങ്തിനെ നമ്മൾ പറയാം സാമ്പിൾ ലെങ്ത് എന്ന് പറയുന്നത്. ഓരോ സാമ്പിൾ, അങ്ങനെ ഒരുപാട് സാമ്പിൾ ലെങ്ത് ഉണ്ടാവും. സാമ്പിൾ ലെങ്ത്, മൊത്തം ലെങ്തിനെ നമ്മൾ ഇവാലുവേഷൻ ലെങ്ത് എന്ന് പറയുമ്പോൾ ഓരോ ലെങ്തിനെ നമ്മൾ സാമ്പിൾ ലെങ്ത് അല്ല, അസസ്മെന്റ് ലെങ്ത്. നമ്മൾ അസസ് ചെയ്യുന്ന അസസ്മെന്റ് അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ ചെയ്യുന്ന ഭാഗം, ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ അസൈൻമെന്റ് ചെയ്യുന്നത് അല്ലെ, അതിനെയാണ് അസസ്മെന്റ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അനദർ ലെങ്ത് എടുത്താൽ അവിടെ ഒരു അസസ്മെന്റ് ലെങ്ത് ഉണ്ടാവും. ആൻഡ് എൻറ്റയർ ലെങ്തിനെയാണ് നമ്മൾ ഇവാലുവേഷൻ ലെങ്ത് എന്ന് വിളിക്കുന്നത്. അതൊന്ന് ഓർത്ത് വെക്കുക, മറന്നു പോകരുത്. അസസ്മെന്റ് ലെങ്ത് എന്ന് വെച്ചാൽ അപ്പോൾ ഒരു ചെറിയ പോർഷൻ ആയിരിക്കും. ഇവാലുവേഷൻ ലെങ്ത് എന്ന് വെച്ചാൽ ഫുൾ ആയിരിക്കും. അത് നിങ്ങളെ സീരീസ് എക്സാമിന്റെ ഒക്കെ കാര്യങ്ങൾ ആലോചിച്ചാൽ മതി. സീരീസ് എന്ന് പറയുന്നത് നമ്മളൊരു ഇവാലുവേഷൻ ആണ് അല്ലെ. സീരീസ് എക്സാമിനേഷൻ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഫസ്റ്റും സെക്കൻഡ് മോഡ്യൂളിലും മൊത്തത്തിൽ നിങ്ങൾ എന്ത് പഠിച്ചു അതിന്റെ ഒരു ഇവാലുവേഷൻ ആയിരുന്നു. ബട്ട് അസൈൻമെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചെറിയ ടോപ്പിക് മാത്രമേ തരുള്ളൂ. ആ ഫുൾ മോഡ്യൂളിലെ ഒരു ചെറിയൊരു ഭാഗമായിരിക്കും നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരിക. അപ്പോൾ അസസ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറുതായിരിക്കും. ഇവാലുവേഷൻ എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു വലിയ ബൾക്ക് എമൗണ്ട് ആയിരിക്കും. സോ അതൊന്ന് മറന്നു പോകാണ്ട് നോക്കി വെക്കുക. ഏതായാലും ഇന്നത്തെ അവർ തീരാനുള്ള സമയം